കുരുക്ഷേത്ര അങ്ങനെ സാറ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ പട്ടാളക്കാരുടെ ആ ഒരു ഇത് ഗാംഭീര്യമൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതേസമയം ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങി, ഒരു ആഗതൻ എന്ന് പറഞ്ഞിട്ട്, അതില് ഒരു പട്ടാളക്കാരനെ അയാൾ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അവസാനം വെളിപ്പെടുത്തുന്നതാണ് സിനിമയുടെ ഒരു കഥ. പട്ടാളക്കാരനെ മോശമായിട്ട് ആണ് ചിത്രീകരിച്ചത്. പക്ഷെ അതോടുകൂടി പട്ടാളക്കാരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചൊക്കെ നമ്മുടെ ഒരു ജനറേഷനിൽ, എൻ്റെയൊക്കെ ഒരു സമയത്താണ് ഞാനത് കണ്ടത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നുള്ളതൊക്കെ, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പം പട്ടാളത്തിൽ കറപ്ഷൻ ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പനിഷ്മെന്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അതും അറിയില്ല. എൻ്റെ മുമ്പിൽ നടന്നിട്ടുള്ളൊരു റേപ്പ് കേസുണ്ട്. 2 ഓഫീസേഴ്സിനെ കോർട്ട് മാർഷൽ ചെയ്ത് 14 വർഷം കൊണ്ട് തട്ടിക്കളഞ്ഞു. അത് കോർട്ട് മാർഷൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീനഗറിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഫോറിനർ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. ഫോറിനർ ഇവിടെ വരും, ഡെയിലി വന്നിട്ട് റിപ്പോർട്ടറാണ്. അപ്പം എന്തൊക്കെ ചെയ്ത് ഇവരായിട്ട് കമ്പനിയായിട്ട് ഒരു ദിവസം രാത്രി എന്തോ അടിപിടി മഴക്കായി ഇവിടെ നേരെ പോയിട്ട് പ്രസ്സിൽ പോയി പറഞ്ഞു ദേ ഹാവ് റേപ്ഡ് മീ എന്നുള്ളത്. അധിക കാലമൊന്നും അതിൻ്റെ എക്സ്റ്റൻഷൻ ഇല്ല. പിന്നത് ഒരു 3-4 മാസത്തിനകത്ത് കോർട്ട് മാർഷലിൻ്റെ എൻക്വയറീസ് എല്ലാം കഴിഞ്ഞു. 2 ആൾക്കും കിട്ടി 14 വർഷം 11 വർഷമായിട്ട് ജീവപര്യന്തോ എന്ന് പറഞ്ഞ തടവ്. 14-13 വർഷം ജയിലിലിട്ടു. അപ്പം പട്ടാളത്തിൽ നിങ്ങൾക്ക് പനിഷ്മെന്റ് ഇല്ല എന്നുള്ളതല്ല, കുറ്റം ചെയ്യുന്നില്ല ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ള പനിഷ്മെന്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിചാരിക്കരുത് സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഒരു പോലീസുകാർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ചെയ്ത് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ നോക്കും. പട്ടാളത്തിൽ ഒരു കവറും ഇല്ല. അവിടെ നമ്മൾ ഇന്ന് വരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നാളെ കാലത്ത് അറിയുന്ന ഇയാൾ ഇതിൽ ഇൻവോൾവ്, പിന്നെ അയാളെ കണ്ടാൽ മിണ്ടില്ല. അങ്ങനെയാണ്. അത് ഭയങ്കര ഒരു കണക്കിലും നല്ലതാണ്. വേറെ ആളും കുറ്റം ചെയ്യില്ല. പിന്നെ കാരണം ആ ഒരു അവസ്ഥ ഭയങ്കര അവസ്ഥയാണ്, ഒറ്റപ്പെടുത്താന്നുള്ളത്. അതുകൊണ്ട് ആഗതൻ എനിക്കറിയില്ല, ആരൊണ്ണോ എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്തിട്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ള. ഞാൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്പിരിറ്റ് കയറ്റും, പെട്രിയോട്ടിസം. മറ്റേ നെഗറ്റിവിറ്റി കാണിച്ചിട്ട് എന്ത് ചെയ്യാനുള്ളത്?